തിരുവനന്തപുരം ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ നാളെ 11 മണിക്ക് നടക്കും. ഇതിനായി ഹൈക്കോടതി ഉത്തരവിട്ടു. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് മേയർക്കൊപ്പം ശാലിനിയും ചേരുന്നു. ആദ്യം രേഷ്മയിലേക്കാണ് പോകുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നു. രാവിലെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ് ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താൻ എന്താണ് തടസ്സമെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. അതായത് ഇതിൽ നിയമപരമായിട്ടുള്ള യാതൊരു തെറ്റുമില്ല എന്നുള്ള നിർണായക നിരീക്ഷണമായിരുന്നു രാവിലെ തന്നെ കോടതി നടത്തിയത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിന് പിന്തുണ നൽകുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രേഷ്മ പറയൂ, എന്തൊക്കെയാണ് ഉത്തരവിൽ കോടതി പറയുന്നത്? അതിരാം ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ രാവിലെ 11 മണിക്ക് നടക്കും. അത് സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. രാവിലെ ഈ സുഗതന്റെ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം പറഞ്ഞിരുന്നു. അതിനിടയിൽ 2 മണിക്ക് ഉത്തരവ് ഔദ്യോഗികമായിട്ട് പ്രസ്താവിക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്. അങ്ങനെ ഇന്ന് 2 മണിയോടുകൂടി തന്നെ ഹൈക്കോടതി അക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് രേഖാമൂലം പ്രസ്താവിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ക്രമീകരണങ്ങൾ ഒരുക്കും. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അംഗീകൃത മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാവരും കാണട്ടെ എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ ഉത്തരവിന്റെ പകർപ്പ് അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുക. ഏതൊക്കെ നിരീക്ഷണങ്ങളാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ. എന്തായാലും സുഗതനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം സുഗതന്റെ ആവശ്യം, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം, ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് അത് നടക്കണം, അതിനു വേണ്ടിയിട്ട് തന്നെ വിട്ടയക്കണം എന്നുള്ളതായിരുന്നു. അത് ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെ ആയിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ സർക്കാരിനടക്കം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയൊക്കെ സമർപ്പിച്ചെങ്കിലും യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല. അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയിലടക്കം സുഗതൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിലേറെ പ്രസക്തം ജനാധിപത്യപരമായിട്ടുള്ള തത്വശാസ്ത്രത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു ജനവിധിയെ മാനിക്കപ്പെടേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു വ്യക്തിയാണ് സുഗതൻ. ആ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിച്ച് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് ഇന്ന് ഈ ഹർജി രാവിലെ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. അത് ഏറെ പ്രസക്തമായിട്ടുള്ള ഹൈക്കോടതിയുടെ വാചകം തന്നെയാണ്. കാരണം സുഗതന്റെ ജനപ്രതിനിധി എന്നുള്ള അവകാശം അത് വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട്. അത് കാപ്പ് ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല. ഭരണഘടന അനുവദിച്ചിട്ടുള്ള ആ അവകാശം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യ ലംഘനമായിട്ട് കണക്കാക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുഗതന് നാളെ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായിട്ട് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ ഹർജി വരുന്ന സമയത്ത് സർക്കാർ അടിമുടി ആ ഹർജിയെ എതിർത്തിരുന്നു. കാരണം അതിൽ തുറന്നെതിർത്തുകൊണ്ടായിരുന്നു സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കാപ്പ ചുമത്തപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ പുറത്തിറക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ ഈ ഹർജി വന്ന പ്രാഥമികമായിട്ട് പരിഗണിച്ച ഘട്ടത്തിൽ പോലും ഹൈക്കോടതി സ്വീകരിച്ച നിലപാട് ഈ സത്യപ്രതിജ്ഞ നടത്തണമെന്ന് ഈ സത്യപ്രതിജ്ഞ നടത്തണമെന്ന ഉത്തരവ് ഹൈക്കോടതിയുടെ തന്നെ മറ്റൊരു ബെഞ്ചിന്റേതാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്, മാനിക്കപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പോംവഴി അല്ലെങ്കിൽ മാർഗം എന്താണെന്നുള്ളതായിരുന്നു സർക്കാരിനോട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ആരാഞ്ഞത്. സർക്കാരിന്റെ സ്വാഭാവിക കേട്ട ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും സുഗതനെ സംബന്ധിച്ചാണെങ്കിലും ബി.ജെ.പിയെ സംബന്ധിച്ചാണെങ്കിലും ഏറെ ആശ്വാസം നൽകുന്നു. നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള പ്രചാരണം ഉണ്ടായി. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉടലെടുത്ത ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ തന്നെയുള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവെന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ളത്. സുഗതന് നാളെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായിട്ടും അവിടെ അനുവദിക്കുക അല്ലെങ്കിൽ അത് അംഗീകരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം നേരത്തെ ബാക്കിയുള്ള 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ചെയ്തിരുന്നു. സുഗതൻ മാത്രമായിരുന്നു ഈ ഒരു കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കാരണത്താൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതെ ഇരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി അതിന് അനുമതി നൽകിയതോടുകൂടി ശരി രേഷ്മ.